തുടർന്നുള്ള ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 and verse 4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയായിരുന്നു. പൊതുവെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്ന ഈ തിരുവചന ഭാഗത്തിൻ്റെ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൂടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പൊതുവെ വിളിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ 8 beautiful attitudes that mark a disciple of Christ. യഥാർത്ഥത്തിൽ യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി ആരെന്ന് തിരിച്ചറിയുവാൻ ഉതകുന്ന 8 മനോഹരമാകുന്ന മനോഭാവങ്ങളാണ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിച്ചാൽ അതും ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു. വീണ്ടും പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീണ്ടും പറയേണ്ടത് ആവശ്യമാണ്. പിന്നെ എത്ര പറഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ക്രിയ ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ട വചനത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉത്തരവാദിയായതുകൊണ്ട് മൈ ഡ്യൂട്ടി and my responsibility is only to reflect, only to represent accurately, not twisting the scriptures like the devil, but to represent God the Holy Spirit accurately. And by the grace of God we will do that, and then God will take care of it. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം, ജീസസ് സ്പീക്സ് ദീസ് വേർഡ്സ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ഹിസ് പ്രീച്ചിങ് ദ കിങ്ഡം. ദൈവരാജ്യം അല്ലെ സ്വർഗരാജ്യം, അതാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം യേശു കർത്താവ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നല്ല. നേരെ മറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു ദൈവരാജ്യം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നിക്കോദീമോസ് കർത്താവുമായിട്ട് സംഭാഷിക്കുമ്പോൾ അവിടുത്തെ സംസാര വിഷയം ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. സോ the Israelites already knew of a kingdom അല്ലേ? രാജ്യത്തെക്കുറിച്ച് അവർക്ക് അറിയായിരുന്നു. പക്ഷെ അവരുടെ അറിവിന് പുതിയ നിയമം വരെ ചില പരിമിതികളുണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന അറിവ് ഒരു പൊളിറ്റിക്കൽ രാജ്യമെന്നേ ഉള്ളായിരുന്നു അവരുടെ അറിവ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പോലും കർത്താവിനോട് യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ, even the disciple of Jesus Christ, even after Jesus suffered the death on the cross and he was resurrected, and just because he was going to ascend to heaven to the right hand of the majesty, the Father, the disciples ask him, are you in these days going to establish the kingdom promised? That was their question. നീ ഇസ്രായേലിന് നേരത്തെ തിരുവഴുത്തിൽ വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യം യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത്
ഈ കാലത്താണോ? പക്ഷെങ്കിൽ അവരുടെ ചിന്ത പരിമിതമായിരുന്നെന്ന് കർത്താവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ കർത്താവിൻ്റെ വാക്കുകൾ? അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, കാലങ്ങളും സമയങ്ങളും ഒന്നും നിങ്ങളുടെ ബിസിനസ്സല്ല. പിന്നെ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദ്യയിൽ എല്ലായിടവും, അടുത്തത് ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ഫോർ എ മൊമെന്റ്. The disciples understood the kingdom of God in terms of mere geographical boundaries. And they always thought about a political kingdom where Messiah would rule as king and Israel will be held high in honor everywhere in the earth. That was their dream. അവരുടെ സങ്കല്പവും അവരുടെ പ്രതീക്ഷയും അതായിരുന്നു. മിശിഹ ഞങ്ങൾക്കുണ്ട്, മിശിഹ വരും, മിശിഹ രാജത്വം സ്ഥാപിക്കും, മിശിഹായുടെ രാജ്യം ഒരു വലിയ രാജ്യമായിരിക്കും. ഇസ്രയേലാണ് അതിൻ്റെ കസ്റ്റോഡിയൻസ്. ഇസ്രയേലിനാണ് വാഗ്ദത്തം കിട്ടിയത്, ഇസ്രയേലിനാണ് തിരുവെഴുത്ത് കിട്ടിയത്, ഇസ്രയേലിനാണ് ന്യായപ്രമാണം കിട്ടിയത്, ഇസ്രയേലിൽ നിന്നാണ് മിശിഹ വരുന്നത്. സോ വി ആർ സോ പ്രിവിലേജ്ഡ്. അതായിരുന്നു അവരുടെ സങ്കല്പം. യേശു പറഞ്ഞു, അതല്ല മക്കളെ, എൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ അൺടച്ചബിളായിട്ടുള്ള, നിങ്ങൾക്ക് തീണ്ടലുള്ള, നിങ്ങൾക്ക് തൊട്ടുകൂടാത്ത ശമര്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ അറ്റം വരെയുള്ളതാണ് എൻ്റെ രാജ്യം. ആ രാജ്യം, that kingdom transcends all the human boundaries, all the caste and color and creed. ആ രാജ്യം, it is beyond your wildest imagination. Therefore, you be my witnesses. എവിടെ വരെയാണെന്നറിയാമോ? യെരൂശലേമിൽ മാത്രമല്ല, യഹൂദ്യയിൽ മാത്രമല്ല, ശമര്യയിൽ മാത്രമല്ല, ഭൂമിയുടെ അറ്റത്തോളം. കാരണം മൈ കിങ്ഡം ഈസ് ഡിഫറെൻറ്റ് ദാൻ യു തിങ്ക്. അപ്പോൾ അവരുടെ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. യെരൂശലേമ്യർക്ക് അല്ലെങ്കിൽ ഇസ്രയേല്യർക്ക് കർത്താവ് വിഭാവനം ചെയ്ത രാജ്യത്തിൻ്റെ സവിശേഷത, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് മീ. ആ രാജ്യത്തിൻ്റെ സവിശേഷത എന്താ? ആ രാജ്യത്തിനൊരു ഭയങ്കര സവിശേഷതയുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 1 വായിച്ചോളൂ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. നോക്കുക, ജാതികളെല്ലാം കൂടി ഇങ്ങോട്ട് വരും. അടുത്തത്, അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും. ഉപദേശവും വചനവും പുറപ്പെട്ട എന്തോ സംഭവിക്കും? അടുത്തത്, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും, ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും, ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും. വാളുകളെ കൊഴുക്കളായും എന്താ അതിൻ്റെ അർത്ഥം? അവിടെ എന്താ വായിക്കുന്നത്? മലയാളത്തിൽ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇംഗ്ലീഷിൽ they shall beat their swords into plowshares. എന്താ അതിൻ്റെ അർത്ഥം?
വാളെന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ? വാള് വെട്ടാൻ. വാളെന്തിനാ ഉപയോഗിക്കുന്നത്? യുദ്ധത്തിന്. പക്ഷേ മിശിഹായുടെ രാജ്യം എങ്ങനായിരിക്കും? മിശിഹായുടെ രാജ്യം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുകയില്ല. അവിടെ വംശഹത്യയില്ല. ആ രാജ്യത്ത് സമുദ്രത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ യഹോവയുടെ സമാധാനം നിറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ, when the kingdom comes, there will be a radical political change. ഒന്നുകൂടെ പറഞ്ഞാൽ, when the Lord reigns, there will be change. ദൈവം വാഴുമ്പോൾ വ്യത്യാസമുണ്ടാകും. അപ്പം പൊളിറ്റിക്കലി വ്യത്യാസം ഉണ്ടാകും. പഴയ നിയമത്തിൽ പോലും, പഴയ നിയമ പ്രവാചകന്മാർ കണ്ട ആ രാജ്യം അങ്ങനായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, പൊളിറ്റിക്കലി ചേഞ്ച് മാത്രമല്ല, കടിച്ചു കീറുന്ന ദുഷ്ടമൃഗങ്ങൾ ചേഞ്ച് ആകുമെന്ന് നോക്കിക്കേ. യെശയ്യാവ് 11. ഞാനിത് ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഞാൻ മറ്റൊരു ചർച്ചിൽ, UK ഒരു ചർച്ചിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം എടുക്കാനായിട്ട് ദൈവാത്മാവിനെ സഹായിച്ചു. സോ ദിസ് ഈസ് സോ ഫ്രഷ് ഇൻ മൈ മൈൻഡ്. ഇതാ ഞാൻ ആ യൗവനക്കാരോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഓക്കെ, 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയുടെ കൂടെ കിടക്കും. ആ രാജ്യത്തിൽ, ഏത് രാജ്യത്തിലാണെന്നറിയാമോ? ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. അപ്പം മെസ്സിഹായുടെ രാജ്യത്തിൽ നേരത്തെ വെട്ടിക്കീറാൻ നിന്നവർ വാളുകളെ ഉരുക്കി നിലം ഉഴുതുമറിക്കാനുള്ള ആയുധമാക്കും. എന്ന് പറഞ്ഞാൽ, നേരത്തെ കൊല്ലാൻ നിന്നവൻ അയൽപക്കക്കാരന് നന്മ ചെയ്യാൻ തുടങ്ങുന്ന രാജ്യമാണ് മിശിഹായുടെ രാജ്യം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണം, കൃത്യമാക്കി ഞാൻ പറയാം. മിശിഹായുടെ രാജ്യം യഹൂദന്റെ പ്രവാചകന്മാർ നൽകിയ രാജ്യം പോലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുമോ? ഉപദേശി 100% വിശ്വസിക്കുന്നുണ്ടാകും. ഒരു രാജാവ് ഇവിടെ നീതിയോടെ വാഴാൻ പോവുകയാണ്. The kingdom is going to come. എന്നാൽ they were all expecting a political messiah. The time was ripe. മനോഹരമാകുന്ന, ഇച്ചിരി അക്കാഡമിക് ആയിട്ടുള്ളൊരു ബുക്കാണ്, എങ്കിലും എൻ്റെ കൈവശം അതുകൊണ്ട്. എൻ്റെ വലിയ പപ്പായുടെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ മനോഹരമാകുന്നൊരു ബുക്കാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടൈംസ് എന്ന ആ പുസ്തകം എൻ്റെ വീട്ടിലെ ലൈബ്രറിയിലുണ്ടത്. ആ എഴുത്തുകാരൻ വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അദ്ദേഹം പറയുന്നത്, മെസ്സിഹ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പം, അതായത് പൗലോസിൻ്റെ ഭാഷയിൽ കാലസമ്പൂർണത വന്നപ്പോൾ എല്ലാം റൈപ്പായിരുന്നു. പൊളിറ്റിക്കലി, അതുപോലെ ബാക്കിയുള്ള സാമൂഹികമാകുന്ന അവസ്ഥകൾ, അതെല്ലാം അതിൻ്റെ ആ പരിപൂർണതയിലേക്ക് വന്നപ്പോഴാണ് ബെത്ലഹേമിൽ നസ്രേത്തുകാരൻ എന്ന് പിന്നെ വിളിക്കപ്പെടുന്ന ഒരുവൻ വന്നു പിറക്കുന്നത്. അപ്പോൾ അവിടുന്ന് ശുശ്രൂഷ ആരംഭിക്കുമ്പം ആദ്യം വിളിച്ചു പറയുന്നത് എന്നറിയാമോ? The kingdom of God
or the kingdom of heaven is at hand. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപകയോഹന്നാൻ അതാ തുടങ്ങിയത് 3-ാം അധ്യായത്തിൽ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-23 2 വാക്യം. ഇതൊക്കെ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഓർമ്മക്കുറവ് കൊണ്ട് ആവർത്തിക്കുകയല്ല, നല്ല ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ആവർത്തിക്കുന്നത്. കാരണം ഇത് ആണി പോലെ തറച്ച് കയറണം. ഒന്നുകിൽ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ ശിക്ഷാവിധി ഉണ്ടാകും. രണ്ടിലൊന്ന് സംഭവിക്കും. Either we will change or we will harden our heart and we will call upon ourselves the just judgment of God. That's going to happen. അല്ലാതെ ഓർമ്മക്കുറവുണ്ടായിട്ടല്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ദിസ് ഈസ് ഗോഡ്സ് വേർഡ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടേ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വെറും ഹ്യൂമനാ, തെറ്റൊക്കെ ഒത്തിരി വരാം. തിരുത്താൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട. ദിസ് ഈസ് ഗോഡ്സ് വേർഡ് ടു അസ്. അപ്പം കർത്താവ് പറഞ്ഞ എന്താ? അപ്പം ഈ പഴയ നിയമ പ്രവാചകന്മാരുടെ ദർശനമനുസരിച്ച് മെസ്സയാസ് റെയിൻ വാസ് സച്ച് എ ലൈഫ് ചേഞ്ചിങ് റെയിൻ. കാരണം അന്ന് വരെ കടിച്ചു കീറാൻ നിന്നവൻ വാളെല്ലാം മനുഷ്യന് പ്രയോജനമുള്ള ആയുധമാക്കുന്നു. അന്ന് വരെ കടിച്ചു കീറാൻ നിന്ന ചെന്ന ആട്ടിൻകുട്ടിയോടൊപ്പം പാർക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇത് did you see that? The reign of God is life changing reign. ദൈവത്തിൻ്റെ ഭരണം ജീവിതത്തെ മാറ്റുന്ന ഭരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, there is a demand of the kingdom. What is the demand of the kingdom? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്ന്. മൻഭിറാവോ, മാനസാന്തരപ്പെടുവീൻ. Turn around. Turn around. Is that not the demand of the kingdom? Yes, that is the demand of the kingdom. ദൈവരാജ്യം സമീപിച്ചിരിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരപ്പെടുവീൻ. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഏത്? മത്തായി 5:4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖം വരുന്നത്? ഞാൻ പുവറാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ദുഃഖം വരുന്നത്. എന്താ എൻ്റെ പോവർട്ടി? എൻ്റെ പോവർട്ടി, ദൈവമേ, അവിടുത്തെ നീതി നിർവഹിപ്പാൻ ഞാൻ അശക്തനാണേ. അതാ എൻ്റെ പോവർട്ടി. അപ്പൊ ശരിക്കും മാനസാന്തരം ഉണ്ടാകുമ്പോൾ, പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് വരുമ്പോൾ, tears of repentance flow from my eyes. Tears of repentance, not the tears because മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഇജ്ജത്ത് പോയതിൻ്റെ വിഷമമൊന്നുമല്ല, ഇല്ലേ? ഞാൻ ചിന്തിച്ചിരുന്നത് ഹം കിസി സെ കം നഹി എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനൊന്നും അല്ല കാര്യം. അപ്പോൾ അത് മനസ്സിലായപ്പോൾ ഒരു കുത്തല്, ഓ ആ കാര്യം അല്ല ഇവിടെ.
അതല്ല പറയുന്നത്. പിന്നെന്താ? അതൊന്നുമല്ല. കർത്താവേ, ഞാൻ പൂവറാണേ, ഞാൻ ദരിദ്രനാണേ എന്ന എൻ്റെ ബോധത്തിൽ നിന്ന് ടീയേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിൻ്റെ കണ്ണുനീർ. ആ മാനസാന്തരത്തിൻ്റെ കണ്ണുനീരിൻ്റെ പേരാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ റിപ്പൻറ്റ് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഓക്കെ, ഞാൻ പല കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യം, ഈ മോർണിംഗ്, ഈ ദുഃഖമെന്ന് പറയുന്നത് എന്തല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നാച്ചുറൽ മോർണിംഗ് ഉണ്ട്. നാച്ചുറൽ മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ദുഃഖകരമാകുന്ന അവസ്ഥകളുണ്ട്. വേർപാട് നമുക്ക് ദുഃഖം ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു രോഗം നമുക്ക് ദുഃഖം ഉണ്ടാക്കും. അതെല്ലാവർക്കും ഉണ്ടാകും. അതിൻ്റെ പേരാണ് നാച്ചുറൽ മോർണിംഗ്. എന്നാൽ മറ്റ് 2 ദുഃഖങ്ങളൂടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട്, കാരണം അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നുകൂടെ വ്യക്തമാക്കണം ഉപദേശി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് 1-2 പേരെ ആവശ്യപ്പെട്ടുള്ളെങ്കിലും ബാക്കി നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ പോലും പ്ലീസ് ബെയർ വിത്ത് മീ. എനിക്കത് അല്പം ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോകണം. 2 കൊരിന്ത്യർ 7:10. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നോക്കുക, 2 ദുഃഖങ്ങളുണ്ട്. ഒന്ന് ഗോഡ്ലി സോറോ അല്ലെങ്കിൽ ഗോഡ്ലി മോർണിംഗ്. മറ്റൊന്ന് വേൾഡ്ലി സോറോ, ലോകത്തിൻ്റെ ദുഃഖം. ഈ ഗോഡ്ലി ഗ്രീഫും വേൾഡ്ലി ഗ്രീഫും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? See, what is the difference between worldly grief and godly grief? ലോകത്തിൻ്റെ ദുഃഖവും ദൈവഹിതപ്രകാരമുള്ള ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാമത്തെ വ്യത്യാസം, the first difference is what causes the grief. ലോകത്തിൻ്റെ ദുഃഖവും ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ വ്യത്യാസം, ഈ 2 ദുഃഖങ്ങളും അതിന് കാരണമായി തീരുന്നത് 2 കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ ദുഃഖത്തിന് കാരണമായി തീരുന്നത് എന്താണെന്നറിയാമോ? വേൾഡ്ലി ഗ്രീഫ് ഈസ് കോസ്ഡ് ബൈ ദ ലോസ് ഓഫ് ഡിനയൽ ഓഫ് സംതിങ് വി വാണ്ട് ഫോർ അവർസെൽവ്സ്. നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ഞാൻ എനിക്ക് വേണ്ടി അത്യാഗ്രഹിക്കുന്ന ചിലതെനിക്ക് കിട്ടാതെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇച്ഛാഭംഗവത്തിൻ്റെ പേരാണ് വേൾഡ്ലി ഗ്രീഫ്. ഞാൻ വ്യക്തമാക്കാം. അതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? അത് വളരെ സെൽഫ് സെൻറ്റേർഡാണ്. കാരണം ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ ഇച്ചിരി ഞാൻ ചിലർ പറയാറുണ്ട്, ഞാൻ അത്ര ആത്മികനൊന്നും അല്ലെങ്കിലും ഞാൻ അത്ര മോശമൊന്നുമല്ല, ഞാൻ ബെറ്ററാണ്, ഞാൻ പലരെക്കാളും ബെറ്ററാണ്. ഞാൻ പലരെക്കാളും ബെറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് ചില ബഹുമാനമൊക്കെ കിട്ടണം,
എനിക്കറിയാം എനിക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടണം. അപ്പൊ അംഗീകാരം കിട്ടാനായിട്ട് എനിക്ക് അർഹതയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ എനിക്ക് സച്ച് ആൻഡ് സച്ച് എമൗണ്ട് പണം എൻ്റെ കയ്യിൽ വേണം, കാരണം ഐ ഡിസേർവ് ദാറ്റ്. എനിക്ക് കിട്ടിയേ പറ്റും. ഐ ഡിസേർവ്. അപ്പം എനിക്ക് അർഹതയുണ്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഈ എന്നെക്കുറിച്ച് അങ്ങ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ ഞാനിങ്ങനെ ഒരിടത്ത് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. പാസ്റ്റർ എന്നുള്ളത് എൻ്റെ ഒരു ശുശ്രൂഷ മാത്രമാണ്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തു. താഴോട്ട് കൈ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു അച്ഛൻ എൻ്റെ കൈ, ബ്രദറേ. അപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതല്പം ഒരു പരിഹാസമെന്ന് ഞാൻ പറയുന്നില്ല, അല്പം ഒരു ഹ്യൂമറസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു. പരിഹസിച്ചല്ല, എന്നെ കൊച്ചാക്കിയതല്ല, അല്പം ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറയുന്നത് ശരിക്കും മനസ്സിലായി എന്നാ എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ. അപ്പം ഞാൻ കരുതുന്നതെന്നറിയാം, എനിക്ക് അർഹതയുണ്ടെന്ന് ഞാൻ കരുതുന്നത് നിഷേധിക്കപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുമ്പം എനിക്കതത്ര സുഖമല്ല. ആ സൂക്കേട് ഞാൻ നിങ്ങളോടല്ല ആദ്യം പ്രകടിപ്പിക്കുന്നത്, ആദ്യം എൻ്റെ ഭാര്യയോടെ പ്രകടിപ്പിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങാടി തോറ്റതിന് അമ്മയോട്. അവിടെ ആകുമ്പോൾ അവൾ കൂടുതലൊന്നും പറയത്തില്ല. വേറെ വല്ലയിടത്തും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് പ്രശ്നമാകും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. സ്തോത്രം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ബഹുമാനം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ താല്പര്യപ്പെടുന്ന ധനം എനിക്ക് കിട്ടുന്നില്ല. ചിലൊരു വിഷമം. സഭക്കാർ കൈമടക്കൊന്നും എന്നെ അങ്ങ് പറയാമേ, അപ്പോൾ പ്രശ്നമില്ല. കൈമടക്കൊന്നും തന്നില്ലല്ലോ, എങ്കിലും തന്നില്ലല്ലോ. മനസ്സിലായോ? എന്നെക്കുറിച്ച് അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഞാനല്ലേ, കുഴപ്പമില്ല. അപ്പം എനിക്കൊരു വിഷമം. ആ വിഷമമല്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ കവറ്റ് ചെയ്യുന്ന എൻ്റെ ലാലച്ച്, അത്യാഗ്രഹം, അത് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടാതെ വരുമ്പം അതിനെക്കുറിച്ച് വിലപിക്കുന്നതല്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. ഒന്ന് രാജാക്കന്മാർ. കഴിഞ്ഞ ആഴ്ച വരാത്തവർ വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചോ, ഇന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. 1 രാജാക്കന്മാർ 21:4 മുതലാണ്. ഇസ്രായേലിലെ രാജാവാകുന്ന ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, പുള്ളിക്ക് ഭയങ്കര സോക്കേട്, എല്ലാം ഉണ്ട്. പക്ഷേ അയലോകത്ത് കിടക്കുന്ന നാബോത്ത് എന്ന് പറയുന്ന ഒരുത്തൻ്റെ സ്ഥലം എനിക്ക് വേണം, അതെനിക്കൊരു ചീരത്തോട്ടമൊക്കെ ഉണ്ടാക്കണം. കടന്ന് കരയുക. ഒരു ഭാഷാന്തരത്തിൽ എഴുതിയ ഹിമസ് എന്നാ, ഞാൻ ആ പ്രത്യേക പദം അങ്ങ് മറന്നുപോയി. He was crying like a babe. പെണ്ണുമ്പിള്ള വന്നു, ഇസ്രായേലിൻ്റെ രാജാവ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? നീ വാ, ഞാൻ മേടിച്ചു തരാം. ഇതിൻ്റെ പേരാണ് എന്ത്? ലോകപ്രകാരമുള്ള ദുഃഖം എന്തെന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെ കൈ ഉയർത്തിയെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായി? എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മനസ്സിലായല്ലോ.
ലോകപ്രകാരമുള്ള ദുഃഖം. ഇനി അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ്, വേൾഡ്ലി ഗ്രീഫും ഗോഡ്ലി ഗ്രീഫും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ കാരണം വ്യത്യാസമാണ്. The second difference involves its results. വേൾഡ്ലി ഗ്രീഫും ഗോഡ്ലി ഗ്രീഫും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ രണ്ടാമത്തേത് അത് രണ്ടും ഉണ്ടാക്കുന്ന ഫലമാണ്. വേൾഡ്ലി ഗ്രീഫ് അല്ലെ ലൗകികമാകുന്ന ദുഃഖത്തിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് സെൽഫ് സെൻറ്റേർഡാണ്, സ്വാർത്ഥമാണ് ആ ദുഃഖം. സ്വാർത്ഥമായതുകൊണ്ട് എനിക്ക് നിരാശയുണ്ടാകും, എനിക്ക് കയ്പുണ്ടാകും, ഞാൻ ആകെപ്പാടെ അങ്ങ് പാരലൈസ് ആകും. ഐ ആം പാരലൈസ്ഡ് ബൈ വേൾഡ്ലി ഗ്രീഫ്. പാരലൈസ് ആകുമെന്ന് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ വരും. വേൾഡ്ലി ഗ്രീഫിൻ്റെ റിസൾട്ട് ഒന്ന്, I'll be paralyzed with that grief because it is so self-centered. I have so much bitterness inside me, and I have disappointments. I'm disappointed at my wife, disappointed at my church. I am disappointed at everywhere. I am disappointed. So disappointed. So it results in this type of behavior. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. This worldly grief causes me to self-pity. And self-pity in turn will bring a sorrow like a never healing wound. മനസ്സിലായോ? വേൾഡ്ലി ഗ്രീഫ് സെൽഫ് പിറ്റിയിലോട്ട് എന്നെ കൊണ്ടുപോകും. സെൽഫ് പിറ്റി എന്തിലോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, സെൽഫ് പിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമോ മലയാളത്തിൽ? ആത്മസഹതാപം. ഓ, ദിസ് പുവർ മീ. ആത്മാവിലുള്ള ദാരിദ്ര്യമല്ല. ദാവീദ് പറഞ്ഞ ഈ എളിയവൻ നിലവിളിച്ചു എന്ന് പറയുന്ന ആത്മദാരിദ്ര്യമല്ല. പിന്നെന്താ? ദിസ് പുവർ മീ, ഐ ഫീൽ സോ സെൽഫ് പിറ്റി. I am pitying myself. So I am drowning myself in self-pity. നാരങ്ങയുടെ അച്ചാറിടുമ്പോഴേ മനസ്സിലാകുന്നൊരു ഉദാഹരണം പറയാം. കുറച്ച് കഴിയുമ്പോൾ ആ നാരങ്ങ, പച്ച നാരങ്ങ ഇട്ടാലും, എനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാം, പച്ച നാരങ്ങ ഇട്ടാലും കുറേ കഴിയുമ്പോൾ അതിൻ്റെ തോടെല്ലാം അങ്ങ് സോഫ്റ്റ് ആകും. കാര്യം എന്നറിയാം? ഇറ്റ് ഈസ് സോഫ്റ്റൻഡ് ഇൻ ഇറ്റ്സ് ഓൺ ജ്യൂസ്. ആ നാരങ്ങയുടെ അകത്ത് തന്നെയുള്ള ജ്യൂസും കൊണ്ട് അവൻ തന്നെ അങ്ങ് ഉരുകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, this is exactly what is going to happen if you are under worldly grief. മനസ്സിലാവുന്നുണ്ടോ? ഇതാ സംഭവിക്കുന്നത്. I am drowning in my self-pity. ഞാൻ ഉരുകുക കിടന്ന്. എനിക്കൊരു റിലീസ് ഇല്ല. കാരണം I don't want that. I don't want godly grief. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ വ്രണം പോലെ, ഒരിക്കലും ഹീലാകാത്ത വ്രണം പോലെ. അല്പം ഇങ്ങനെ തോന്നും,
പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ കാണാം പൊട്ടി ഒലിക്കുന്നു. പിന്നെയും തോന്നും നോ നോ നോ, പിന്നെയും പൊട്ടി ഒലിക്കുന്നു. കാരണം എന്താ? there is no healing. No healing. യെരമ്യാവ് എന്താ പറഞ്ഞത്? അപ്പോൾ യെരമ്യാവ് എന്ന പ്രവാചകനെ ദൈവം വിളിച്ചു. പക്ഷെ അയാളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അയാളെ എന്തെല്ലാം പേര് വിളിച്ചെന്നറിയാം. ഒടുവിയെടുത്ത് പൊട്ടക്കിണറ്റിൽ വിട്ടു. ഒരു സമയത്ത് ഇത് അങ്ങോട്ട് കൂടി വന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുകയില്ല. എപ്പോഴൊക്കെ ഞാൻ സംസാരിച്ചോ, യഹോവേ, നിന്റെ വചനങ്ങൾ എനിക്ക് ദുഃഖത്തിന് കാരണമായി തീർന്നതേ ഉള്ളൂ. ഇനി ഞാൻ മിണ്ടാൻ പോകുന്നില്ല. അടുത്ത വാക്യം എന്തെന്നറിയാം? ബട്ട് ഹൗ ക്യാൻ ഐ, ബിക്കോസ് യുവർ വേർഡ് ഈസ് ലൈക്ക് എ ഫയർ enclosed in my bones. Bones. Fire in my bones. യഹോവേ, അവിടുത്തെ നാമത്തിൽ ഇനി സംസാരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കെങ്ങനെ അത് ചെയ്യാതിരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം ഉള്ളതുപോലെ മനസ്സിലാക്കണം. ദൈവവചനം നമ്മളെ കീറി മുറിക്കട്ടെ പ്രിയപ്പെട്ടവരെ. വചനം കീറി മുറിച്ചാൽ വചനം പ്രോമിസ് ചെയ്യുന്ന കംഫർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. Let the word wound me, Lord. Let your word wound me, so that I may be comforted ultimately. അപ്പോൾ യെരമ്യാവ് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം എന്നാ പറഞ്ഞേ? എനിക്കത് പറ്റുകയില്ല. എന്നിട്ട് വിലാപങ്ങൾ എഴുതുമ്പം പറയുക, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എൻ്റെ തല ഒരു ജലാശയമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. A man who cries, a man who weep, a man who shed tears for himself and for others. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. യേശു കർത്താവ് എന്താ ചെയ്തത്? യെരൂശലേമിനെ കണ്ടപ്പോൾ അവിടുന്ന് വീപ്പ് ചെയ്തു. പക്ഷെങ്കിൽ യെരമ്യാവിൻ്റെ കാലത്തും വേറെ ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞതെന്നറിയാം? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളി പഴുത്ത് വ്രണമായിരിക്കുക, പക്ഷെ പറയുന്നത് എന്താ? സമാധാനം, സമാധാനം. ഒന്ന് വെച്ചാൽ 10 കിട്ടും. വെയ് രാജാ വെയ്. കഴിഞ്ഞ നാളിൽ നീ ഒന്ന് വെച്ചില്ലേ, ഇപ്പൊ 10 കിട്ടിയില്ലേ, ഇനിയും കിട്ടും, 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 കിട്ടും. എന്നോ സന്തോഷം, ഹല്ലേലൂയ. യെരമ്യാവ് എന്താ പറയുന്നത്? ഇതിത്ര ഊണ്ടായിരിക്കെ സമാധാനം, സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ലഘുവായ ചികിത്സകന്മാരെല്ലാവരും കള്ളപ്രവാചകന്മാരാണ്. ഏത് കാലഘട്ടത്തിലും അങ്ങനെ. അകത്ത് പഴുത്ത് വീർത്തിരിക്കുക, പക്ഷെങ്കിൽ ആ മുറിവിനെ ഒന്ന് കീറിയിട്ട് ആ ഡെഡായിട്ടുള്ള ആ സെൽസ് എല്ലാം ഒന്ന് നീക്കിയിട്ട് ഗിലെയാദിലെ സുഗന്ധ തൈലം അവൈലബിൾ ആണല്ലോ, പക്ഷേ അത് പൂശാൻ ആരുമില്ലല്ലോ. അത് സ്വീകരിക്കാൻ ആർക്കും മനസ്സില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്.
ഗോഡ്ലി ഗ്രീഫ് എന്ത് ചെയ്യുമെന്നറിയാം? സോ വേൾഡ്ലി ഗ്രീഫ് എന്നെ എൻ്റെ സെൽഫ് പിറ്റിയിൽ മുക്കിക്കൊല്ലുമ്പോൾ, ഗോഡ്ലി ഗ്രീഫ് that leads me to repentance. അപ്പോൾ when I have godly grief, that grief can move me to action. Godly grief എന്നെ പ്രവൃത്തിയിലേക്ക് നയിക്കും. Somebody said this. I don't know who said it. I heard somebody say this. Repentance is not when you cry, but when you change. Repentance is not when you cry. നമ്മൾ ചിന്തിക്കുന്നേ നമ്മൾ ക്രൈ ചെയ്യുമ്പോഴാ റിപ്പൻറ്റൻസ് എന്നാ. അല്ല, ക്രൈങ് നല്ലതാ. But repentance is when you change. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. ആ അധ്യായത്തിൽ in the Gospel of Luke chapter 15, there are 3 parables. ഒരു പാരബിൾ, the parable of lost sheep. മറ്റൊരു പാരബിൾ, the parable of lost coin. അടുത്ത പാരബിൾ, the parable of, ഈ ഓർഡറിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുക. അടുത്ത പാരബിൾ, the parable of lost son. Lost sheep, lost coin, lost son. ആ ലോസ്റ്റ് സണ്ണിൻ്റെ പാരബിളാണ്. ഇറ്റ് ഈസ് സോ ക്ലോസ് ടു ഓൾ ഓഫ് us. അവിടെ he came to himself. 17-ാം വാക്യം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ. When he came to himself. സുബോധം വന്നത് എപ്പോഴാ? സുബോധം വന്നത് ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയല്ലോ, ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകലെയാണല്ലോ. ബോധം വന്നു. വേറൊരുത്തനുണ്ട് അവിടെ. അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ശരീരം കൊണ്ട് അകലെയല്ല, പക്ഷെ മനസ്സുകൊണ്ട് ഇവനേക്കാളും അകലെയാണ്. മൂത്തപുത്രൻ. അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ 2 കാറ്റഗറിയിലുള്ളവരുമുണ്ട്. മൂത്തവനോർത്തത് പ്രവൃത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനങ്ങ് രക്ഷപ്പെടുമെന്നാണ് ഓർത്ത്. അതുകൊണ്ട് അപ്പൻ പറയുന്നതെല്ലാം ചെയ്യും. അപ്പനെ ഒരിക്കലും ഡിസബേ ചെയ്യത്തില്ല. പക്ഷേ ഒരു സന്തോഷമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മസന്തോഷമില്ലാതെ എന്നോ പ്രവൃത്തി ചെയ്താലും ഈ മൂത്ത സഹോദരനെ പോലെ ആകത്തുള്ളൂ. യു ആർ എ ലീഗലിസ്റ്റ്. നത്തിങ് മോർ ദാൻ ദാറ്റ്. Nothing more than that. You don't enjoy the fellowship of the Father. You don't enjoy the love of the Father. You don't know that everything that belongs to the Father is yours too. You don't realize that. You are pining and whining after. You think what you deserve and you are not given. പ്രിയപ്പെട്ടവരെ, when he came to himself, സുബോധം വന്നപ്പം അവൻ എന്ത് ചെയ്തു? എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്. സുബോധം വന്നപ്പം അയ്യോ പാപം, ദിസ് പുവർ മീ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയല്ലായിരുന്നു. പിന്നെന്താ? That sorrow moved him to action. Sorrow moved him to action. Sorrow moved him to action. ദുഃഖം അവനെ പ്രവൃത്തിയിലേക്ക് നയിച്ചു. ഏത് പ്രവൃത്തി? ഞാൻ അപ്പൻ്റെ അടുക്ക പോയിട്ട് ഞാൻ കൺഫസ് ചെയ്യും. അത് പറഞ്ഞുകൊണ്ടാ പോയത്. പക്ഷെങ്കിൽ അപ്പൻ അതൊന്നും
വിഷയമല്ലായിരുന്നു. ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പനറിയാം മകനെ, കൂടുതൽ വാക്കൊന്നും വേണ്ട. പിതാവിൻ്റെ മക്കളാണോ? ഹി നോസ്, വെരി വെൽ ഹി നോസ്, ആൻഡ് ഹി വെയിറ്റ്സ്. അപ്പൻ്റെ ആലിംഗനത്തിലേക്ക് വരാൻ അവിടെ പിന്നെ ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞാ പോയതെങ്കിലും ഒന്നും പറയേണ്ടി വന്നില്ല. ആ ആലിംഗനത്തിൽ സകലവും തീർന്നു. പ്രിയപ്പെട്ടവരെ, സോ ഗോഡ്ലി ഗ്രീഫ് മൂവ്സ് ടു റിപ്പൻറ്റൻസ്. ഇനിയും കൊരിന്ത്യർ ലേഖനത്തിലെ ആ ഒരു വാക്ക് അല്പം എന്നോട് എത്ര പറഞ്ഞിട്ട് അതങ്ങോട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല, മനസ്സിലായത്. അവിടുത്തെ ഒരു പ്രശ്നം, അനുതാപം വരാത്ത മാനസാന്തരം എന്നൊരു വാക്കുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നറിയാം, ഈ ദുഃഖത്തിൽ, അതായത് ഞാൻ വാളവതിര തിന്നുകൊണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ബോധം വന്നപ്പം എനിക്ക് ദുഃഖമുണ്ടായി. ഞാൻ ആ ദുഃഖത്തിൻ്റെ ഫലമായിട്ട് അപ്പൻ്റെ വീട്ടിലോട്ട് ഓടിപ്പോയി. ഇനി ഒരിക്കൽ പോലും ആ വാളവരെയായിരുന്നു ബെറ്റർ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ്. മനസ്സിലായോ? ഞാൻ അനുതപിക്കുന്നില്ല. ഒരു മലയാളം ഭാഷാന്തരം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിൽ ഖേദത്തിന് അവകാശമില്ല. ഞാൻ ഖേദിക്കുന്നില്ലെന്ന്. ഐ ഡോണ്ട് റിഗ്രറ്റ് that I left all those dirty life behind me and I am in the Father's house now. I don't regret, because there is no room for regret here. I have left that dirty place. ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞാൻ വന്നു. ഒരിക്കൽ എനിക്കത് സന്തോഷമായിരുന്നു. ഇപ്പോഴും അവിടെ കുഴഞ്ഞ ചേറ്റിൽ ചിലർ കിടപ്പുണ്ട്. അവിടെ അവർ കിടന്ന് തുള്ളിച്ചാടുന്ന കാര്യമ്പോൾ വേണ്ടായിരുന്നു ഇത്രയൊന്നും സ്പിരിച്വലി, അങ്ങനെ എനിക്ക് തോന്നുന്നില്ലെന്ന്. മനസ്സിലായോ? അതാണ് അനുതാപം വരാത്ത മനസാന്തരം. ഐ ഡോണ്ട് റിഗ്രറ്റ് that I did say sorry. I don't regret. I don't regret I got reconciled. I don't regret. I don't think that was a wrong decision on my part. I don't regret that. അനുതാപം വരാത്ത മാനസാന്തരം എങ്ങോട്ട് നയിക്കും? രക്ഷയ്ക്കായി നയിക്കും. പ്രിയപ്പെട്ടവരെ, അവർക്ക് ലഭിക്കുന്നതാകുന്ന, എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും മനോഹരമാകുന്ന ചില കൊട്ടേഷൻസ് ഒക്കെ പറയാനുണ്ട്, സമയമില്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പം ദൈവിക ദുഃഖം എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തും. അപ്പം അങ്ങനെ മാനസാന്തരത്തിലേക്ക് ഞാൻ പോയാൽ പലപ്പോഴും നമ്മുടെ ദുഃഖമൊക്കെ എന്തുവാ? When was the last time you spent an hour in God's presence? Lord, take away my rough edges. Smoothen these edges. When was the last time you prayed? കർത്താവേ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന എൻ്റെ ഈ റഫായിട്ടുള്ള അതിനെ ഒന്ന് അതിനുവേണ്ടി ഫാസ്റ്റ് ചെയ്ത ആരുണ്ട് ഇവിടെ? I want to thank God for that. If somebody fasted for that. നമ്മളെല്ലാത്തിനും ഫാസ്റ്റ് ചെയ്യും. ജോലി കിട്ടാൻ ഫാസ്റ്റ് ചെയ്യും എന്ന് വേണ്ട, വീട് വെക്കാൻ ഫാസ്റ്റ് ചെയ്യും, കാർ മേടിക്കാൻ ഫാസ്റ്റ് ചെയ്യും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം? അത് ഫാസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, പ്രതിഫലം കിട്ടിപ്പോയി. പ്രതിഫലം ഓൾറെഡി കിട്ടിപ്പോയി. കാരണം ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഞാൻ കാർ മേടിച്ച് കഴിയുമ്പോൾ സഭയിൽ വന്ന് പറയും, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, കർത്താവ് സ്വോത്രം അല്ലേ, പ്രതിഫലം കിട്ടിയല്ലോ. പ്രതിഫലം 2 നില കിട്ടി. 1, ഞാൻ ഫാസ്റ്റിങ്ങുകാരനാണെന്ന് സഭക്കാരനറിഞ്ഞു. 2, ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടുകയും ചെയ്തു. പ്രതിഫലം കിട്ടിപ്പോയി. എന്നാൽ കർത്താവേ,
ഞാൻ അങ്ങയുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ആത്മാവ് പരിശുദ്ധ ആത്മാവാണ്. ആ പരിശുദ്ധ ആത്മാവിനെ എൻ്റെ അശുദ്ധി കൊണ്ട് ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ലോർഡ് forgive me. Lord wash me. വാഞ്ചിച്ചു നിന്നെയത്ര ദോഷം വാണെന്നിലത്ര ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കാഴുകിടു നിന്നെ. പാപക്ഷമ ലഭിക്കുന്നത് പോലെ ആശ്വാസം ഏതുണ്ട്? when you know that you are forgiven. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്നോ കിട്ടും? ആശ്വാസം കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താ? ആശ്വാസപ്രദൻ. ശിമോൻ, ഹന്ന തുടങ്ങിയ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരെന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. ഇസ്രയേലിന്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരുന്നവരാ അവര്. കേട്ടോ, എന്തിനു കാത്തിരുന്നവരാ? ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവർ. അതിന്റെ കാര്യം എന്താ? പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയില്ല, അവൻ വീഥികളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ആ യഹോവയുടെ ദാസന് വേണ്ടി ഉപവാസത്തോടെ ഹന്ന എന്ന ഫനുവേലിന്റെ മകളാകുന്ന ഒരുവൾ ആലയം വിട്ടുപിരിയാതെ അവിടെ ഇങ്ങനെ പാർത്തുകൊണ്ടിരുന്നു. ശീമോൻ എന്ന ആ ഭക്തൻ ക്രിസ്തുവിനെ കാണാതെ മരണം കാണുകയില്ലെന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു. ഒടുവിൽ എന്നെ പറഞ്ഞെന്നറിയാമോ? ഇപ്പോൾ നാഥ അങ്ങനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നിന്റെ ജനത്തിനായി ഒരുക്കിയ നന്മയെ എൻ്റെ കണ്ണ് കണ്ടല്ലോ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. ഇനി അത് മാത്രമല്ല, ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെങ്കിൽ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറങ്ങിയവർക്കാ യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറങ്ങിയവർക്കാ യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നത്. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ, അവന് ആശ്വാസം കിട്ടും. ആത്യന്തികമായിട്ട് ഇപ്പം ആശ്വാസം കിട്ടുമെന്ന് മാത്രമല്ല, പിന്നെ ഇനി സമ്പൂർണമായിട്ട് ആശ്വാസം കിട്ടാൻ പോകാം. വെളിപ്പാട് 21:4. വെളിപ്പാട് 21:4. താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ആത്യന്തികമായിട്ട്. നമ്മുടെ നാച്ചുറൽ സോറോസ് ഒക്കെ ഉണ്ടല്ലോ. ഏതാ ആ സോറോ? നമ്മെ വിട്ട് കടന്നുപോയ അനേക വിശുദ്ധന്മാരുണ്ട്. നമുക്ക് മുൻപായി കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതൊക്കെ ഇപ്പം ദുഃഖങ്ങളായിട്ടൊക്കെ നമുക്കിങ്ങനെ കിടക്കും. പക്ഷേ there will come a day, ഇവിടെ എനിക്ക് പാപക്ഷമയുടെ ആശ്വാസം കിട്ടുമെങ്കിൽ ഇനിയും വരാൻ പോകുന്ന രാജ്യത്തിൽ കണ്ണുനീരെല്ലാം എന്നേക്കുമായി തുടച്ചു കളയും. തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസാദിൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടേരിവർ ചേർന്നിടുമേ വേഗം ഞാനുമാ കൂട്ടത്തിൽ രോടൊന്നിച്ചങ്ങാശ നീപ്പാൻ
നീടുമേ വേഗം ഞാനോ ആകൂട്ടത്തിൽ ശുദ്ധേ. പ്രൈസ് ദി ലോർഡ്. അൾട്ടിമേറ്റ്ലി ദൈവം തന്നെ കണ്ണുനീരെല്ലാം തുടച്ച് കളയും. ഇനി ദുഃഖമില്ല, മുറവിളിയുമില്ല, ഇനി യാതൊരു ശാപവും അവിടെ ഉണ്ടാകുകയില്ല. ആത്യന്തികമായിട്ട് അവിടെ ലിറ്ററലി സംഭവിക്കാൻ പോകുന്നതാ, അക്ഷരികമായിട്ട് സംഭവിക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് ആത്മീകമായി ഞാൻ ആ സന്തോഷം അനുഭവിക്കും, ആത്മീകമായി ഞാൻ ആ അനുഗ്രഹം അനുഭവിക്കും. ആര്? ദുഃഖിക്കുന്നവൻ.